ഉപ്പൂറ്റി വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് ഇത് ഊറ്റിക്കുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ട് ഈ ഉപ്പൂറ്റിയുടെ നമ്മുടെ ഇത് കാൽക്കേനിയം സ്പർ എന്ന് പറയും. ഇതാണ് കാൽക്കേനിയം. ഈ കാൽക്കേനിയത്തിന് ഇത് ഇവിടെ ഇങ്ങനെ മുട്ട ഉരുട്ടിയില്ല നമ്മൾ ഇന്ന രീതി ഇങ്ങനെ ഉരുട്ടി 3 പ്രാവശ്യം അങ്ങോട്ടും ചെയ്യണം, 3 പ്രാവശ്യം ഇങ്ങോട്ടും ചെയ്യണം എന്നിട്ട് ഇതിങ്ങനെ ഒരു വലിച്ചാൽ മതി, അത് ഒന്ന് മാറും. ഇതിൽ പിത്തമുണ്ട്, വാദം ഞാൻ പിത്തം സാറിന് കാണിച്ചാൽ ഈ വെള്ളമാണ് നമ്മൾ പറയാം. ഇതിനകത്ത് ഇവിടെ ചുരുങ്ങുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ തല പെരുക്കും, ഒരു കല്ല് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ തല പെരുക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിട്ടു 3 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ പ്ലാവല ഉണ്ടല്ലോ, ഒരു പ്ലാവല എടുക്കണം. പ്ലാവല എടുത്ത് ഇങ്ങനെ നിരത്തണം. പ്ലാവല പഴുത്ത പ്ലാവല. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതുണ്ടല്ലോ പച്ചക്കർപ്പൂരം നമ്മൾ നൈസായിട്ട് പൊടിക്കണം. പച്ചക്കറുപ്പ് നൈസായിട്ട് പൊടിച്ച് ഇട്ട ശേഷം പിന്നെ അതിൻ്റെ പുറത്തേക്ക് വേപ്പെണ്ണ ഒഴിക്കണം. വേപ്പെണ്ണ ഒഴിച്ചിട്ട് കയറി ചവിട്ടുക. ചൂടാക്കിയിട്ട് വിട്ടണം. ചൂടാക്കിയിട്ട് വേപ്പെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ചിട്ട് അവിടേക്ക് പ്ലാവല അടുക്കി വെക്കണം. പ്ലാവയുടെ പുറത്ത് പച്ചക്കറുപ്പൂരം ഒഴിച്ചിടും. അതിന്റെ പുറത്തേക്ക് ഈ എണ്ണ ഒഴിക്കും. ചൂടുള്ള എണ്ണ ഒഴിക്കും. അത് പതുക്കെ ഇങ്ങനെ അടുപ്പിക്കുക. പതുക്കെ 3-ാം പൊക്കം ആ വേദന ശമിപ്പിക്കും. ആവശ്യത്തിന് നമ്മുടെ ഈ കാലിന്റെ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ഒഴുകി മാറി കുത്താം. ഇത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ കംപ്ലൈന്റ് എല്ലാം പൂർണ്ണമായിട്ട് മാറും. മനസ്സിലായി? അപ്പൊ ഈ മെയിനായിട്ട് ഇത് ഞാൻ പറഞ്ഞ മർമ്മശാസ്ത്രത്തില് നമ്മള് ഈ മർമ്മത്തിന്റെ ഒരുപാട് നിരന്തരമായിട്ട് പ്രാക്ടീസാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളെ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചികിത്സയുണ്ട്, നമ്മുടെയൊക്കെ എല്ലാം ഉപജീവനമാർഗ്ഗമാണ്. അതിൽ നമുക്ക് മെയിനായിട്ടുള്ള സാമ്പത്തികപരമായിട്ട് ഇച്ചിരി നേട്ടവും പിന്നെ കുറേ ആൾക്കാർക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള രോഗം മാറ്റാനുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇത്രയും പഠിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നിരന്തരമായിട്ട് ചെയ്ത് വഷളാക്കിയാലേ പഠിക്കാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് തന്നെ ഈ സംഭവം പറ്റില്ല. അപ്പം പ്രത്യേകിച്ചുള്ള മർമ്മം എന്ന് വെച്ചാൽ ലിഗമെന്റ്സ് ആൻഡ് വെയിൻസിന്റെ ചില ഇതാണ് സംഭവം. അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല സംഭവം. ആ ലിഗമെന്റ്സിന്റെ ആ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നിരന്തരമായിട്ട് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് മർമ്മത്തിൽ പെടുന്നതാണ്. പിന്നെ അതുപോലെ മെയിനായിട്ട് അപ്പൊ നിങ്ങൾക്കൊരു 50% കാര്യങ്ങൾ ഇപ്പൊ ചികിത്സാപരമായിട്ടുള്ള രോഗ റിസൾട്ട് വരുന്ന മൂലികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് ഇച്ചിരൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ കാലിന്റെ കണ്ട മുട്ടുവേദന